മച്ചമാരെ, ഇന്ന് ഞാൻ വന്നതേ ഞാൻ ഒരു പ്ലംബറും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്യുന്ന വർക്കിനെ പറ്റി ഒന്ന് കാണിക്കാൻ വിചാരിച്ചു. ഇപ്പം ഇന്ന് ചെയ്യുന്നത് HDP പൈപ്പാണ് കേട്ടോ. നമ്മുടെ നാട്ടിലത്തെ പോലത്തെ അല്ല. നമ്മുടെ നാട്ടിൽ വെൽഡിങ് എന്ന് പറയുമ്പോൾ ഹോട്ട് പ്ലേറ്റ് വെച്ചിട്ടാണ് വെൽഡ് ചെയ്യുന്നത്. ഇത് നമ്മളിതിൽ പവർ കൊടുത്തിട്ട് ഇതിൽ പ്ലസ് മൈനസ് വോൾട്ട് കൊടുത്തിട്ടാണ് ഇത് വെൽഡ് ചെയ്യുന്നത്. ഇത് സോക്കറ്റാണ് കേട്ടോ. ഇതാണ് പൈപ്പ്. അപ്പോൾ പൈപ്പിൻ്റെ മുകളിൽ സോക്കറ്റ് ഇങ്ങനെ കയറും. സോക്കറ്റ് ഇങ്ങനെ കയറ്റി വെച്ചതിന് ശേഷം ഇതിൻ്റെ അകത്ത് ഫിറ്റിങ്സ് എന്തെങ്കിലും കൊടുക്കുക. അതിന് ശേഷം ഇതാണ് മെഷീൻ കണ്ടോ, പ്ലസും മൈനസും അതിൻ്റെ കേബിളാണത്. മെഷീൻ ഇതാണ് വരുന്നത്. മെഷീൻ്റെ അകത്ത് ഇപ്പം നമ്മൾ നേരത്തെ ചെയ്ത വെൽഡിങ്ങിൻ്റെ സക്സസ്ഫുള്ളാണ് കാണിക്കുന്നത്. സക്സസ്ഫുൾ വെൽഡിംഗ് എന്നാണ് ഇതിൽ എഴുതി കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫ്ലാഷുള്ള കൊണ്ടാണ് ക്ലിയർ ആവാത്തത്. അപ്പോൾ ക്ലിയറായി. ഇതിൽ നമുക്ക് 2 മോഡൽ ചെയ്യാൻ പറ്റും. ഒന്ന് പിന്നെ മാനുവലും, പിന്നെ ഒന്ന് ഓട്ടോമാറ്റിക്കും. അപ്പോൾ മാനുവൽ ചെയ്യാൻ നേരം നമ്മൾ പിന്നെ ഈ പൈപ്പ് ഉണ്ടല്ലോ, അത് വലിയ പൈപ്പിനനുസരിച്ച് നമ്മളതിനനുസരിച്ച് ടൈം കൂട്ടി കൊടുക്കണം. അതിനാണ് നമ്മൾ മാനുവൽ യൂസ് ചെയ്യുന്നത്. ഓട്ടോമാറ്റിക് എന്ന് പറയുമ്പോൾ 4 ഇഞ്ച് പൈപ്പ് വരെ നമുക്ക് ഓട്ടോമാറ്റിക് ചെയ്താൽ മതി. ഓക്കെ, ഇപ്പോൾ നമ്മൾ സോക്കറ്റ് ഇട്ടു, ഒന്നെല്ലാം തട്ടി കൊടുക്കുക. ഇതിൻ്റെ ഉള്ളിലൊരു റിങ് കാണിക്കുക. ഈ റിങ് വരെയാണ് ആ ഫിറ്റിങ്സിൻ്റെ എൻഡ് വരേണ്ടത് കേട്ടോ. ഏകദേശം റിങ് വരെ ഇതിൽ കയറി കഴിഞ്ഞു. ഓക്കെ, ഇതിപ്പോൾ വേസ്റ്റ് പൈപ്പാണ്. ഓക്കെ, ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് പൈപ്പ് കയറ്റി കൊടുക്കാം. ഇത് ഫിറ്റിങ്സിൻ്റെ കമ്പനി അനുസരിച്ച് പിന്നെ ടൈറ്റും ഒക്കെ ഉണ്ട്. അതായത് നമ്മളിപ്പോൾ പിന്നെ ജെബ്രിറ്റിൻ്റെ മെറ്റീരിയലാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഈ ടീയും അതുപോലെ തന്നെ സോക്കറ്റൊക്കെ. പൈപ്പ് വരുന്നത് വേറെ കമ്പനിയാണ്. അപ്പോൾ അതിൻ്റേതായ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പൈപ്പ് കയറാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ചെറുങ്ങനെ പറ്റി തന്നെ കയറ്റി കൊടുക്കും. അപ്പം നമ്മൾ പൈപ്പ് കയറ്റിയിട്ടുണ്ട്. പൈപ്പ് കയറ്റിയിട്ട് ഇത് താഴത്തത് വെൽഡിങ് ചെയ്ത് കഴിഞ്ഞാണ് കേട്ടോ. വെൽഡിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ടോപ്പ് ഇട്ട് വെക്കണം. എന്താ അറിയോ, ഇതിൻ്റെ അകത്ത് സിമെൻ്റൊക്കെ പോയി കഴിഞ്ഞാലേ പിന്നീട് നമുക്ക് എന്തെങ്കിലും മെയിൻ്റനൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അയച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതിപ്പോൾ വെൽഡ് ചെയ്യാൻ പോവുകയാണ് നമ്മൾ. ഓക്കെ, ഈ 2 ടോപ്പും ഊരിയെടുക്കുക, ഇതിൻ്റെ അകത്ത് കണക്ഷൻ കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ ഇത് 2ലും കണക്ഷൻ കൊടുത്തു കഴിഞ്ഞു. ഓക്കെ, നമ്മൾ ഇതിലേക്ക് വരിക. വേണ്ടല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ ഇതിൽ നമുക്ക് ഓട്ടോമാറ്റിക്കല്ല, നമ്മൾ ഓട്ടോമാറ്റിക്കലാണ് കൊടുക്കുന്നത് കേട്ടോ. 4 ഇഞ്ച് പൈപ്പല്ലേ, അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് കൊടുത്താൽ മതി. ഓട്ടോമാറ്റിക് മാനുവൽ ഏതിൽ വേണമെങ്കിലും ചെയ്യാം, പക്ഷെ നമ്മളിപ്പോൾ ഓട്ടോമാറ്റിക്കലാണ് കൊടുക്കുന്നത്. ഓക്കെ, ഇതിൽ ഇതിൻ്റെ ടൈപ്പ് കാണിക്കുന്നുണ്ടോ ഫിറ്റിങ്സിൻ്റെ. ഇപ്പോൾ സ്റ്റാർട്ടായി. 83 സെക്കൻഡാണ് ഇതിൽ കാണിക്കുന്നത്. ഉണ്ടോ, ആംപിയർ കൂടിയും കുറഞ്ഞും കാണിക്കുന്നുണ്ട്. വോൾട്ട് 112 വോൾട്ട്. വെൽഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ചെറിയ സൗണ്ട് കേൾക്കാൻ പറ്റും. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ള അറിയില്ല. എൻ്റെ വെൽഡിങ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ ചെറിയ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, ടൈം ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് നോക്കാം. 47, 46. ഇതെന്താ അറിയാം, നമുക്കിതിൽ ഇത് ഉപയോഗിക്കുന്നത് കൊണ്ടൊരു കാര്യം എന്ന് പറയുന്നത്, ഒരു പ്രാവശ്യം വെൽഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൽ ലീക്ക് ചാൻസ് കുറവാണ്. പിന്നെ അതുമല്ല, നമുക്ക് ഒരുവിധം കാലാവസ്ഥയൊക്കെ നോക്കി പൈപ്പ് യൂസ് ചെയ്യാൻ പറ്റും. അത് ചൂട് കാലാവസ്ഥയിലൊക്കെ പൈപ്പ്, നല്ല വെയിലായാലും നല്ല തണുപ്പായാലും ഒന്നൊരു പ്രശ്നമില്ല. ഏത് കാലാവസ്ഥയും നമുക്ക് ഈ പൈപ്പ് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. 17 സെക്കൻഡ് ബാക്കി. സെക്കൻഡ്. ഓക്കെ, സക്സസ് വെൽഡിങ്. ഓക്കെ.
അപ്പം ഇനി നമുക്കിത് അയച്ചെടുക്കുക. നല്ല ചൂടാണ് കേട്ടോ, അവിടെയൊക്കെ നല്ല ചൂടായി കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നല്ല അയച്ചെടുക്കുക. അയച്ചെടുത്തിട്ട് ഇതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ ടോപ്പ് ഇട്ട് തരാം. പിന്നെ ഇത് നല്ലോണം വെൽഡായി നിറയുന്നത് എങ്ങനെ അറിയോ? ഇത് കണ്ടോ, ഈ 2 സാധനം കണ്ടില്ലേ, അത് അവിടെ ഉള്ള ഈ 2 ഇത് കണ്ടോ, അത് മുമ്പേ അത് ഉള്ളിലായിരിക്കും ഉണ്ടാവുക. ഈ ചൂടായി വെൽഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഈ സംഭവം പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടല്ലേ. ഇപ്പോൾ വെൽഡിങ് സക്സസ് ആയി എന്നുള്ള പിന്നെ റിസൾട്ടാണത്. ഉണ്ടാ, അത് പുറത്തേക്ക് വരും. നല്ല ചൂടായിട്ട് ഉള്ളിൽ ഒരുക്കി സെറ്റായി കഴിഞ്ഞാൽ അത് പുറത്തേക്ക് വരും കേട്ടോ. അപ്പോൾ നമ്മൾ ഏകദേശമൊക്കെ സെറ്റായി. ഇനി ഇത് വാട്ടർ പ്രൂഫിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അത് മെയിൻ സ്റ്റെപ്പ് ഔട്ടാണ്. ഇത് ഹോട്ടലിൻ്റെ വർക്കാണ് ഇവിടെ. ഇത് ഹോട്ടലാണ് ഫുള്ള് ഇതിൻ്റെ അകത്ത് വരുന്നത്. അപ്പോൾ ഹോട്ടലിൻ്റെ വേസ്റ്റ് ഔട്ടാണിത്. അപ്പം മാളിൻ്റെ മെയിൻ ലൈൻ സ്റ്റെപ്പ് ഔട്ട് എന്ന് പറയും. അതിൻ്റെ അകത്തേക്കാണ് നമ്മളിത് കൊടുക്കേണ്ടത്. അപ്പോൾ മാൾ നമുക്ക് ഇതിനൊരു പൈപ്പ് ഇവിടെ തന്നിട്ടുണ്ട്, അതിലേക്കാണ് നമ്മളിത് കണക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ തൽക്കാലം നമ്മൾ വാട്ടർ പ്രൂഫ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഈ ടീയും ഇത്രയുള്ളൊരു പീസും വെച്ചിട്ട് ഇവിടെ സ്റ്റോപ്പ് ചെയ്ത് വെക്കും. എന്നിട്ട് വാട്ടർ പ്രൂഫും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ആണ് ബാക്കിയുള്ള പണി കേട്ടോ. പിന്നെ ഇതിൻ്റെ അകത്ത് വാട്ടർ സപ്ലൈ ചെയ്യുന്നത് മുകളിൽ കൂടെയാണ് കേട്ടോ. മുകളിൽ കൂടെയാണ് വരുന്നത്. ഏകദേശം 10 മീറ്റർ ഹൈറ്റ് ഉണ്ട് ഫ്ലോറിന്. അപ്പോൾ വാൾവൊക്കെ കണ്ടില്ലേ അവിടെ, അതാണ് വാട്ടർ സപ്ലൈ. അത് ഹൈ പ്രഷർ PVC ആണ് കേട്ടോ. പിന്നെ മാളിൻ്റെ PVC ആണ് വരുന്നത്. നമ്മൾ ഇവിടെ നിന്നിങ്ങോട്ട് ഈ ഫില്ലർ കണ്ടില്ലേ, ഇവിടെ നിന്നിങ്ങോട്ടാണ് നമ്മൾ താഴേക്ക് ഇറക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടോ? അവിടെ നിന്നൊക്കെ ഒന്ന് കാണാൻ പറ്റുന്നുണ്ടോ? ഇതാണ് നമ്മളെ പൈപ്പ്. ആ റെഡ് വാൾവ് കണ്ടില്ലേ, അതാണ് കേട്ടോ. അതിൻ്റെ മുകളിൽ നമ്മൾ താഴോട്ട് PPR പൈപ്പാണ് കേട്ടോ. PPR ഇട്ടിട്ടാണ് ബാക്കി നമ്മൾ ഷോപ്പിൻ്റെ ഉള്ളിലും ഹോട്ടലിലേക്കൊക്കെ സപ്ലൈ കണക്ഷൻ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓക്കെ മച്ചാനെ, ബൈ. പിന്നെ കാണാം. അടുത്ത എന്തെങ്കിലും വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ പിന്നെയും വരും. ഓക്കെ.